നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഷിരൂരിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. മന്ത്രിയുടെ നാട്ടിലാണ് ഞാൻ. നമ്മുടെ അർജുൻ അപകടത്തിൽപ്പെട്ട സ്ഥലത്താണ് മന്ത്രി. നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് നമുക്കൊപ്പം ചേരുന്നു ഷിരൂരിൽ നിന്ന് തത്സമയം. വെരി ഗുഡ് മോർണിംഗ് ശ്രീ മുഹമ്മദ് റിയാസ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. മിനിസ്റ്റർ, എങ്ങനെ ഇന്നലെ മഴ പെയ്തില്ലെന്ന് തോന്നുന്നു ആ ഭാഗത്ത്? ഇന്നലെ അവിടെ പോയ ഘട്ടത്തിൽ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ പൊതുവേ ഇവിടെ മഴ പെട്ടെന്ന് വരുന്നു പോകുന്നു. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പെട്ടെന്ന് വരുന്നു പോകുന്നു, അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് പൊതുവേ കാണാൻ വേണ്ടി പറ്റുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണ്. ഞാൻ ഇന്നലെ മിനിസ്റ്റർ നമ്മളുടെ അർജുൻ്റെ വീട്ടിൽ പോയിരുന്നു. അർജുൻ്റെ അമ്മയും സഹോദരിയും ഒക്കെ കണ്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരും അവിടെയുള്ള വിവരം അവർക്കറിയാം. അതിലവർക്ക് ഒരു വലിയ ആശ്വാസം കൂടിയാണ്. അവർക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏക ആശ്വാസം. പക്ഷേ 11 ദിവസമായി 12ാം ദിവസത്തിലേക്ക് കടക്കുന്നു. വലിയ പ്രതീക്ഷകളൊന്നും അവർക്കില്ല. അവർ ഏകദേശം മാനസികമായി ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടു. മിനിസ്റ്റർക്ക് അവിടെ പോയപ്പോൾ നേരിട്ട് ആ സംഭവ സ്ഥലത്ത് പോയി 11ാമത്തെ ദിവസവും അവലോകനങ്ങളൊക്കെ കഴിയുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? നമുക്കറിയാമല്ലോ, അത് പ്രേക്ഷകരുമായിട്ട് നമ്മളൊന്ന് നേരിട്ട് പങ്കുവെച്ചാൽ, ആ കുടുംബത്തെ വിഷമിപ്പിക്കാതെ പങ്കുവെച്ചാൽ മിനിസ്റ്റർക്ക് എന്താണ് തോന്നുന്നത്? സാധ്യമായതെല്ലാം ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി. നമ്മുടെ MLA മാർ സച്ചിനും ലിൻഡോയും AK അഷ്റഫും അടക്കമവരുണ്ട്. നിങ്ങൾ രണ്ടുപേരും അവിടെയുണ്ട്. എന്താണ് മിനിസ്റ്റർക്ക് അവിടെ ഇപ്പോൾ പോയപ്പോൾ ബോധ്യമായത്? അല്ല, പ്രതീക്ഷയാകെ കൈവിടേണ്ട ഒരു ഘട്ടമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലൊരു വിഷയം, ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണ്. പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇപ്പോൾ നേരത്തെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നേവിക്ക് പുഴയിൽ ഇറങ്ങാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രയാസമുണ്ട്. എന്നാൽ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫാൻറ്റൂണിൻ്റെ ഒരു പരിശോധന നടത്താൻ, അത് ചങ്ങാടം പോലെ നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് ഇന്നൊരു 10-10:30 അത് നമുക്ക് ചെയ്തു പോകാൻ വേണ്ടി പറ്റുമെന്നാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കർണാടക ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേവിയുടെ മറ്റ് സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ അത് പരിശോധിക്കാം. അതോടൊപ്പം മറ്റ് രക്ഷാദൗത്യത്തിന് പറ്റിയ ടീം നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും അവരെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് പോകണം. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ളവരുണ്ടല്ലോ, ഡോക്ടർ അരുണിന് അറിയാം, ഇവിടെ ജിതിനുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവർക്ക് 1-2 വിഷയങ്ങളുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ സ്ഥലം സന്ദർശിച്ച് ഇവിടെ എത്തിയതിന് ശേഷം അവരുമായി സംസാരിച്ചു. അപ്പോൾ അവരുടെ ഒരു പ്രയാസം, അവർക്ക് അവിടെ രക്ഷാദൗത്യം നടക്കുന്നിടത്ത് ഒന്ന് പോകാൻ പലപ്പോഴും പറ്റുന്നില്ല, അവരെ തടയുന്നു എന്നുള്ളതാണ്. അവർക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും സംഭാവന നൽകാൻ പറ്റുമെന്നുള്ളത് കൊണ്ടല്ല, അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ. അങ്ങനെയുള്ളൊരു പ്രയാസം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്തു സന്ധ്യക്ക് വൈകുന്നേരം. എന്നിട്ട് കുടുംബാംഗങ്ങളെയും വിളിച്ചു, അവരെ ഇരുത്തി അങ്ങനെ ഒരു ചർച്ച നടത്തി. ആ ചർച്ചയുടെ ഭാഗമായി അവരിൽ 3 പേർക്ക്, ജിതിനുൾപ്പെടെ 3 പേർക്ക് പോകാനുള്ളൊരു പാസ് സംവിധാനം ഇന്ന് മുതൽ ഏർപ്പാട് ചെയ്യാൻ നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ അവർ പോലീസുമായിട്ട് ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഡോക്ടർ അരുണിന് അറിയാം. ആ പോലീസുമായിട്ടുള്ള ഇഷ്യൂസ് അവർ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി പോലീസ് സൂപ്രണ്ടിനെ വിളിച്ച് അദ്ദേഹവുമായി ചർച്ച ചെയ്തു. അതിനുശേഷം കുടുംബാംഗങ്ങളെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്തിരുന്നു, അവരുമായി സംസാരിച്ചു. ആ സംസാരത്തിൻ്റെ ഭാഗമായിട്ടും ചില കാര്യങ്ങൾ ആലോചിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഈ സൈബർ ആക്രമണമാണ്. അത് വീട്ടിൽ പോയ ഘട്ടത്തിൽ അവിടുത്തെ കൗൺസിലർ സദാശിവൻ ഉൾപ്പെടെ പലരും ശ്രദ്ധപ്പെടുത്തിയ കാര്യമാണ്. അതിനുശേഷം പോലീസ് കമ്മീഷണറുമായി ഞങ്ങൾ ചർച്ച ചെയ്തു. വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. വല്ലാത്തൊരു നികൃഷ്ട മനസ്സാണ്. ഈ കുടുംബത്തെ പോലും വേട്ടയാടാനുള്ള ഈ മനസ്സ് ഉള്ള ആളുകൾ സൈബർ ഇടങ്ങളിലൊക്കെ ഇടപെടുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ്. ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ലോകത്തെ മലയാളികൾ മുഴുവൻ പ്രയാസത്തോടു കൂടി ഒറ്റുനോക്കുന്ന ഒരു സംഭവത്തിൽ ആ കുടുംബത്തെ ആക്രമിക്കാൻ തോന്നുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമാണ്. അപ്പോൾ കമ്മീഷണറേറ്റ് ഇന്നലെ വീട്ടിൽ നിന്നും പോയി വന്നതിന് ശേഷം ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരമാവധി ചെയ്യുന്നുണ്ട്. പിന്നെ MLA മാർ ഇവർ മടങ്ങിയാണെങ്കിൽ ഒരു പുതിയ ടീം, ഇപ്പോൾ വിജിൻ ഇവിടെ എത്തിയിട്ടുണ്ട്, വടക്കേ മലബാറിൽ നിന്ന് കല്യാശ്ശേരി MLA, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവർക്ക് പറയാനുള്ളത് കേൾക്കാനും ഇടപെടാനും സംവിധാനം ഇവിടെയും അതുപോലെ തന്നെ ഞങ്ങൾ തുടക്കത്തിൽ
ഈ 3 പേർക്ക് പാസ് കൊടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അതെന്തായാലും മിനിസ്റ്റർ പോയപ്പോൾ അത് സാധിച്ചു എന്നത് അറിയുന്നതിൽ സന്തോഷം. കൂടുതൽ MLA മാർ അങ്ങോട്ട് പോയി ഷിഫ്റ്റ് അടിച്ചാൽ നമുക്കറിയാം അധിക നാൾ നമുക്ക് അവിടെ ഇങ്ങനെ തുടരുക സാധ്യമല്ലല്ലോ. അവർക്ക് മണ്ഡലത്തിലൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇങ്ങനെ മാറ്റിവിടാനുള്ളൊരു തീരുമാനമുണ്ട് എന്നതും സന്തോഷം. CM കത്തയച്ചത് സന്തോഷം. ഒരു കാര്യം കൂടി ഞാനൊന്ന് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇന്നലെ ഞാൻ അവിടെ വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ച ഞങ്ങളിന്ന് രാവിലെ പറഞ്ഞു. അർജുൻ്റെ കൂട്ടുകാരുമായിട്ട് ഞങ്ങൾ ഇന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ അർജുൻ്റെ വീട്ടുകാർ നേരിട്ട് എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, സർക്കാരിനോട് പറയണമെന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അവിടെ കണ്ടപ്പോൾ നമുക്ക് ബോധ്യമായ ചില കാര്യങ്ങളുണ്ട്. അർജുൻ്റെ വീടിനെ മാത്രം ഉപജീവിച്ചാണ്, അർജുൻ്റെ ഈ വളയം പിടിക്കലിനെ മാത്രം ഉപജീവിച്ചാണ് ആ കുടുംബം കഴിഞ്ഞത്. അർജുൻ്റെ ഭാര്യ അതൊരു പ്രണയവിവാഹമായിരുന്നു. അദ്ദേഹം അവിടുത്തെ നാട്ടിലെ ഏറ്റവും മികച്ചൊരു സന്നദ്ധ പ്രവർത്തകനായിരുന്നു എന്നാണ് പറഞ്ഞത്. പ്രളയത്തിൻ്റെ കാലത്ത് അർജുൻ വല്ലാതെ നാട്ടിലിറങ്ങി പ്രവർത്തിച്ചൊരു മനുഷ്യൻ കൂടിയാണ്. അപ്പോൾ അയാളെ പുഴയെടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ നാട് അയാളുടെ ഒപ്പം നിൽക്കണം. പക്ഷേ കുടുംബത്തിന് ഇപ്പോൾ ഒരു വരുമാന മാർഗ്ഗം അടഞ്ഞുപോയി. ഡിഗ്രി ക്വാളിഫൈഡ് ആണ് ഭാര്യ. എനിക്കറിയാം മിനിസ്റ്റർക്ക് ഒറ്റയ്ക്ക് അത് ഉറപ്പ് നൽകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ പരിഗണനയിൽ ഒരു തൊഴിൽ ആവശ്യമുണ്ട് എന്നുള്ളത് തോന്നുന്നു. അത് നമ്മൾ ഇന്നലെയും മുന്നോട്ട് വെച്ചു. നാട്ടുകാരും ഇന്നിപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. വീട്ടുകാരത് പറയാവുന്നൊരു മാനസികാവസ്ഥയിലല്ലാത്തതുകൊണ്ട് അവർ നേരിട്ട് പറഞ്ഞില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ അതാണെന്ന് എനിക്ക് ഓഫ് റെക്കോർഡിൽ നടന്ന സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി. നമുക്കത് എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുക മിനിസ്റ്റർ? ഈ അർജുൻ്റെ ഭാര്യയ്ക്കുള്ളൊരു തൊഴിൽ അത് ഈ സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ടാവുമല്ലോ അല്ലേ? അല്ല, ഒന്ന് നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാ ശ്രമവും, നമ്മുടെ ശ്രമത്തിൻ്റെ ഒരു അംശം കുറഞ്ഞതിൻ്റെ ഭാഗമായി രക്ഷാദൗത്യം ലക്ഷ്യത്തിലെത്താതെ പോകരുത്. എല്ലാ ശ്രമവും നടത്തുക എന്നുള്ളതാണ്. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ ഇടപെടൽ നടത്താൻ പറ്റും അതൊക്കെ നമുക്ക് ഭാവിയിൽ നടത്താവുന്ന കാര്യമാണ്. അതിലൊന്നും അല്ല ഇവിടെ ഇപ്പോൾ മുമ്പിലുള്ള പ്രശ്നം ഇത് തന്നെയാണ്. ആ പ്രശ്നം അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് എല്ലാ നിലയിലും ശ്രമിക്കുക. അർജുൻ്റെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ തുടക്കം മുതലേ ഓരോ ഘട്ടത്തിലും നിന്നിട്ടുണ്ട്. അത് ഇനിയും അതേ നിലപാട് സ്വീകരിച്ച് പോകും. കുടുംബത്തെ അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരെ സഹായിച്ച് മുന്നോട്ട് പോകാൻ എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ സർക്കാർ ചെയ്യും. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം പറഞ്ഞത്, ഇപ്പോൾ ഈ ലോറി ട്രക്ക് ഡ്രൈവേഴ്സ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവരുടെ ഈ പമ്പുകളിലടക്കം, അത് കേരളം വിട്ടാലും കേരളത്തിലും അവർക്ക് പാർക്കിങ്ങിനുള്ള ചട്ടപ്രകാരം അവിടുന്ന് ഡീസൽ അടിക്കുന്നവർക്ക് അവിടെ പാർക്ക് ചെയ്യാനും അവിടുത്തെ ശുചിമുറികൾ ഉപയോഗിക്കാനും നമ്മളെ അനുവാദം നൽകണം. പക്ഷേ നമ്മുടെ ട്രക്ക് ഡ്രൈവർമാരോട് കേരളം വിട്ടാലും കേരളത്തിനുള്ളിലും ഒരു രണ്ടാം തര സമീപനമുണ്ട് എന്നുള്ളതാണ് അവരെല്ലാവരും ഇന്ന് വന്ന് പറഞ്ഞത്. വളരെ ദയനീയമായിട്ടാണ് ആ കാര്യം അവർ അവതരിപ്പിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. പലപ്പോഴും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധ പതിയാത്തൊരു മേഖലയാണ്. അപ്പോൾ അവരുടെ ഒരു ആവശ്യം ഈ മിനിമം അവർക്ക് ഈ പമ്പുകളിലെങ്കിലും ചട്ടപ്രകാരം അത് കൊടുക്കണം എന്ന് തന്നെയാണ്. അവരുടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ അവർക്കൊരു പരിഗണന ലഭിക്കണം. 10,000-30,000 രൂപയുടെ പെട്രോൾ ഡീസലൊക്കെ അടിച്ചിട്ട് പോകുന്നവരാണ്. അപ്പോൾ അതിനോടൊരു പരിഗണന നൽകണം എന്നുള്ളതാണ്. നമുക്കതൊരു സർക്കാരിനത് ഏറ്റെടുക്കാവുന്നൊരു വിഷയമല്ല ഈ ട്രക്ക് ഡ്രൈവർമാരുടെ ഈ മനുഷ്യാവകാശ വിഷയങ്ങൾ. അല്ല, മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം അതിൽ കുറേ കൂടി നല്ല നിലയിൽ ഇടപെട്ട് പോകുന്നുണ്ട്. എന്നാലും അതിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാനാകുമെന്നുള്ളത് ഞങ്ങൾ ഗവൺമെൻറ് കൂട്ടായി ചർച്ച ചെയ്യാം എന്നുള്ളത് കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റ് വകുപ്പുകളായിട്ട് കൂടി ബന്ധപ്പെട്ട് എല്ലാവരും കൂട്ടായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നാൽ പൊതുവേ എടുത്തു പരിശോധിച്ചാൽ അവരുടെ സംസാരത്തിൽ തന്നെ കേരളത്തിൽ കിട്ടുന്ന നിലയിലേക്കുള്ള പല സൗകര്യങ്ങളും മറ്റ് സ്റ്റേറ്റുകളിൽ കിട്ടുന്നില്ല എന്നുള്ളത് അവർ പറയുന്നു. ഈ കേരളത്തിലും നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത് ആലോചിച്ച് ചെയ്യാവുന്ന കാര്യമാണ്. അത് കൂട്ടായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. ഓക്കെ, മിനിസ്റ്ററിനിപ്പോൾ AK ശശീന്ദ്രൻ മിനിസ്റ്ററും അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നിനിപ്പോൾ അവലോകന യോഗം എപ്പോഴാണ്? എനിക്കൊന്ന് മിനിസ്റ്റർ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് വീണ്ടും ഒരു ബ്രീഫിംഗ് ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട AK ശശീന്ദ്രൻ മിനിസ്റ്റർ ഇന്നലെ രാത്രി എത്തി. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ എത്തി ഞങ്ങളൊന്ന് ഒരു മീറ്റിംഗ്, കലക്ടർ ഉൾപ്പെടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ സൈറ്റിൽ പോയി അവിടെ സ്പോട്ടിൽ തന്നെ പോയി കാര്യങ്ങളൊന്ന് പരിശോധിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ പൊതുവെ സമൂഹത്തെ അറിയിക്കും. അപ്പം അതിൽ കാണുന്നൊരു പ്രശ്നം, നമ്മളിപ്പോൾ ഇതിന് പറ്റിയ വിദഗ്ധ ടീമിൻ്റെ സംവിധാനം ഇനിയും എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമോ അത് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയായതുകൊണ്ട് ആകെ നമ്മൾ വിഡ്രോ ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടാവരുത്. ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യണം. പിന്നെ പുതിയ സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും അതും പരിശോധിക്കണം. അങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാട്. രക്ഷാദൗത്യത്തിൽ നിന്നും ഒരടി പിറകോട്ട് പോകുന്ന നിലപാടിനോട് കേരള സംസ്ഥാന സർക്കാരിന് യോജിപ്പില്ല. അത് ഇന്നലെ മീറ്റിങ്ങിലും അറിയിച്ചിട്ടുണ്ട്. മറ്റ് സാധ്യതകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ അത് എല്ലാ സാധ്യതയും ഉപയോഗിക്കുക എന്നുള്ളതാണ്. കഠിന ശ്രമം, പരിപൂർണമായ ശ്രമം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഈ ആവശ്യം സർക്കാരിനോട് പറഞ്ഞപ്പോൾ കർണാടക സർക്കാരിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു DC-യുടെ? അല്ല, ഇന്നലെ മീറ്റിങ്ങിൽ അവരതിനോട് യോജിച്ചു. നേവിയോട് അവരെ അറിയിച്ചിട്ടുമുണ്ട്. നേവിയോട് അവരുടെ രക്ഷാദൗത്യം തുടരണമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗിനും കർണാടക ഗവൺമെൻറ്റിനോടും ഇക്കാര്യം അറിയിച്ച് കൂടുതൽ സാധ്യതകൾ ഇതെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പൊതുവേ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന കാര്യം നമ്മുടെ എല്ലാ സാധ്യതകളും ഇതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. മറ്റ് സംവിധാനങ്ങൾ എന്തൊക്കെ അതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനോട് കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോട് പോസിറ്റീവായിട്ടാണ് ജില്ലാ കലക്ടർ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റിനെ അറിയിച്ചത് അവരങ്ങനെ തന്നെയാണ്. ഓക്കെ മിനിസ്റ്റർ, താങ്ക് യു. എനിക്കറിയാം തിരക്കുണ്ട് എന്നെനിക്കറിയാം. മിനിസ്റ്റർ പുറപ്പെടുന്നതിന് മുമ്പ് കൂടുതൽ ബ്രീഫിങ്ങിനായി ഞങ്ങളും കാത്തിരിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമാണ് എന്നതൊരു പോസിറ്റീവ് ഘടകമാണ്. രക്ഷാദൗത്യം അവസാനിപ്പിക്കരുത് എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അറിയിച്ചതും വളരെ ആശാവഹമായ കാര്യമാണ്. താങ്ക് യു മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് നമുക്കൊപ്പം ചേർന്നതിന്. മിനിസ്റ്റർ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഇപ്പോൾ ഷിരൂരിൽ ഈ അപകട സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുടുംബത്തിലെ 3 പേർക്ക് ആ അപകട സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള പാസ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് അവിടേക്ക് പോകാം. മാത്രവുമല്ല, കൂടുതൽ മെച്ചപ്പെട്ട രക്ഷാ പ്രവർത്തനത്തിലും തെരച്ചിലിനുമായുള്ള ഒരു വിഭാഗത്തെ കൂടി വിന്യസിക്കാൻ കഴിയുമെങ്കിൽ അതിനും സർക്കാർ തയ്യാറാകണമെന്ന് കേരള സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കത്ത് കൈമാറി. DC അതിനോട് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇതേ വിഷയം നേവിയുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തിരച്ചിൽ ഇവിടെ അവസാനിക്കുന്നില്ല. തീർച്ചയായും വാർത്തയും അപ്ഡേറ്റുകളും പ്രേക്ഷകർക്കൊപ്പം ലഭിക്കും.